നിങ്ങൾ ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? അവർക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ കിട്ടും. അവർ പല രീതിയിലൂടെയും സമ്പത്തുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നോക്കും. അങ്ങനെ ഒരുപാട് സമ്പത്തും പണവും പ്രോഫിറ്റും ലാഭമെല്ലാം അവർക്ക് കിട്ടും. പക്ഷേ അവരുടെ ജീവിതത്തിലെ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം. എത്രയെല്ലാം കിട്ടിയാലും ആ കാര്യങ്ങളൊന്നും, ജീവിതത്തിലെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ട് വലയുന്ന പല മനുഷ്യന്മാരും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അവരുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ, കച്ചവടം ചെയ്യുന്ന സമയത്ത് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ അതൊരു കച്ചവടം ചെയ്യുന്ന വസ്തുവിന് ന്യൂനതയുണ്ടെങ്കിൽ ആ ന്യൂനതകൾ കൃത്യമായി പറയണം. അതിന് പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ കൃത്യമായി വെളിവാക്കി പറഞ്ഞു കൊടുക്കണം. അതല്ല, അതിന് പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി പറയണം. കച്ചവടം നടക്കുവാൻ വേണ്ടി ന്യൂനതകളും പോരായ്മകളും കുറവുകളും മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ കച്ചവടത്തിനും ലാഭത്തിനും വേണ്ടിയിട്ട് എല്ലാ കഥകൾ കെട്ടിച്ചമച്ചും ഉള്ളത് മറച്ചു വെച്ച് നിങ്ങൾ പറഞ്ഞു കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് എത്രയെല്ലാം ലാഭങ്ങൾ കൊയ്യുവാൻ വേണ്ടി സാധിച്ചാലും ആ കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, റബ്ബിന്റെ പരലോകത്ത് ഭയങ്കരമായ ഭീതിജനകമായ അവസ്ഥയിൽ അള്ളാഹുവിനെ പിടിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യവും മറന്നു പോകണ്ട. അതുകൊണ്ട് ഹലാലായ രീതിയിലൂടെയുള്ള കച്ചവടങ്ങൾ നിങ്ങൾ ചെയ്യുക. ആ കച്ചവടങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് സാധനമാണോ നിങ്ങൾ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത്, അതിൻ്റെ കൃത്യമായ അവസ്ഥകളും രൂപങ്ങളും അതിൻ്റെ കൃത്യമായ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞുകൊണ്ടാവട്ടെ കച്ചവടം. ആ കച്ചവടങ്ങളിൽ മാത്രമേ ഉള്ളൂ ബർക്കത്തും വിജയവും.